നമസ്കാരം. ഡൽഹിയിലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ AS സുരേഷ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുറിപ്പ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഒരു തുറന്ന കത്ത് എന്ന തലക്കെട്ടിലാണ് ആ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ആ കുറിപ്പൊന്ന് വായിക്കാം. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത്. കേരളത്തിന്റെ സാരഥിയാവുന്ന താങ്കളെ പ്രത്യേകമായി അഭിനന്ദിക്കാനല്ല ഈ കുറിപ്പ്. ഹൈക്കമാൻഡിലെ വൻ സ്വാധീനവും സീനിയോറിറ്റിയും നിഷ്പ്രഭമാക്കാൻ താങ്കൾക്ക് സാധിച്ചത് മുൻപൊരിക്കലും കാണാത്ത വിധം ഉയർന്ന ജനപിന്തുണ നേതൃനിരയ്ക്ക് അവഗണിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ ഒരു ജാഗ്രതപ്പെടുത്തലിനാണ് ഈ കുറിപ്പ്. മലയാള മാധ്യമ ലോകത്തും അബദ്ധ സഞ്ചാരം കലശലാണ്. സ്വന്തം പ്രൊഫഷൻ ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വവും അന്തസ്സും അത് പരിപാലിക്കാൻ ശ്രമിക്കുന്നവരാണ് പൊതുവെ എല്ലാവരും എന്ന് പറയാം. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ വേഷം കെട്ടി ഇൻഫ്ലുവൻസർമാർ, ബ്രോക്കർമാർ, പിന്നാമ്പ്ര ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ ഒരു മാഫിയ പോലെ ഈ മേഖല കൈയടക്കുകയാണ്. സ്വന്തക്കാരായി ചമഞ്ഞു വരുന്ന അത്തരക്കാരെ കൈ അകലത്തിൽ നിർത്തേണ്ടത് താങ്കളുടെ പ്രതിച്ഛായ സംരക്ഷണത്തിന്റെ മാത്രം കാര്യമല്ല, മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രൊഫഷണൽ എത്തിക്സിന്റെ അന്തസ്സിന്റെ കൂടി പ്രശ്നമാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തുടങ്ങിയത് സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉമാണ്. എന്നാൽ അവരുടെ പരിലാളനയിൽ മാധ്യമ മാഫിയ തന്നെ രൂപപ്പെടുകയാണ് പിന്നീടുണ്ടായത്. മാധ്യമ പ്രവർത്തകരെ ദുരുപയോഗിച്ചിട്ടും ഫലം ചെയ്തില്ലെന്നും ജനം അത്തരക്കാരുടെ സ്വാധീന വലയത്തിലല്ലെന്നും ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു. ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന താങ്കൾക്കും ഇത് ബാധകമാണ്. സ്തുതിപാടിയും നാരദവേഷത്തിലും സ്വന്തക്കാരായി ചമഞ്ഞും അവർ താങ്കളുടെ അധികാര വലയത്തിനുള്ളിൽ പറ്റിക്കൂടാൻ ശ്രമിക്കും. ഏതെങ്കിലും സമുദായത്തിന്റെയോ മുതലാളിയുടെയോ പ്രസ്ഥാനത്തിന്റെയോ ഒക്കെ വേണ്ടപ്പെട്ടവരായി ചമയും. ലാവണങ്ങൾ, ഫണ്ട്, ബിസിനസ്, അധികാര ദുരുപയോഗം എന്നിങ്ങനെ നീളുന്നു ലക്ഷ്യങ്ങൾ. ഇക്കൂട്ടരെ അടുപ്പിക്കരുത്. ജനപ്രതിനിധി എന്ന നിലയിൽ ആരെയും വെറുപ്പിക്കാൻ പറ്റില്ലെന്ന് വന്നേക്കാം. എന്നാൽ തോളത്ത് കയറിയിരുന്ന് ഞരമ്പ് മുറിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകരിലെ ഉപജാപക സംഘം. മാധ്യമ പ്രവർത്തകരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കും ഓശാനിക്കുമിടയിൽ വസ്തുതാപരമായ വാർത്തകൾ അറിയാൻ ജനം പ്രയാസപ്പെടുന്ന കാലമാണിത്. കക്ഷി രാഷ്ട്രീയ സമുദായ പരിഗണനകൾക്ക് അതീതമായി സ്വതന്ത്രമായും നിർഭയമായും മാധ്യമ പ്രവർത്തനം നടത്താനുള്ള അവസരമുണ്ടാകണം. മാധ്യമ പ്രവർത്തകർ തൊഴിൽപരമായി സർക്കാരിന്റെ സംരക്ഷണം ആവശ്യപ്പെടുന്നുണ്ട്. അസംഘടിതരായ അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ കൈത്താങ്ങ് നൽകുകയും വേണം. യൂണിയനും മറ്റും ഇന്ന് അതിന്റെ നേതാക്കൾക്ക് കാര്യസാധ്യത്തിനുള്ള ചട്ടുകം മാത്രം. അത്തരക്കാര് അബദ്ധ സഞ്ചാരികളായ മാധ്യമ പ്രവർത്തകരും വോട്ട് സമ്പാദിച്ച് തരില്ലെന്ന് മാത്രമല്ല, ജനം ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ കടക്കൽ കത്തിവെക്കുകയും ചെയ്യും. തുടക്കത്തിലെ കരുതലെടുക്കാനും മാധ്യമ പ്രവർത്തന മേഖലയോടുള്ള യഥാർത്ഥ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാനും താങ്കൾക്ക് കഴിയട്ടെ. ഇതാണ് അദ്ദേഹം പങ്കുവച്ച കുറിപ്പ്. വളരെ പ്രസക്തമായ ഒരു കുറിപ്പാണത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ഒരു മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് ഇൻഫ്ലുവൻസർമാരെന്നും പറഞ്ഞ് അല്ലെങ്കിൽ യൂട്യൂബർമാരെന്നും പറഞ്ഞ് പുറകെ നടന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതി. പലരെയും വിരട്ടുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും പണം സമ്പാദിക്കുക, ഇതെല്ലാം വന്നു ചേരുന്നത് യഥാർത്ഥമായി സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് കൂടി അപമാനം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കാണ്. എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന ചില കേസുകളുണ്ട്. ഈ യൂട്യൂബർമാരെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ബ്ലോഗർമാരെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരെന്നും പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവന്മാര് പലരെയും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും പണം സമ്പാദിക്കുന്നു. പലരുടെയും പിറകെ നടന്ന്, പാപ്പരസികളെ പോലെ പലരുടെയും പുറകെ നടന്ന് അവരങ്ങോട്ട് തിരിഞ്ഞാലും അവരിങ്ങോട്ട് തിരിഞ്ഞാലും ഒരു തെറ്റുമില്ലെങ്കിൽ പോലും, ഒരു കുറ്റം അവരുടെ ഇല്ലെങ്കിൽ പോലും
അവരെ ബലിയാടാക്കുന്ന, അവരെ വിരട്ടി ഭീഷണിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ കുടുംബം തന്നെ കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഞാൻ മുതിരുന്നില്ല, ഞാൻ അതിന് തയ്യാറല്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ആവശ്യമാണ്. അത് സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്ന, സത്യസന്ധമായി വിവരങ്ങൾ വിളിച്ചു പറയുന്ന ബ്ലോഗർമാരും യൂട്യൂബർമാരും ഒക്കെ ഉണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ ഒരു മൊബൈൽ ഫോണും എടുത്ത് രാവിലെ ഇറങ്ങി കണ്ണി കാണുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ട് അത് അവരെ ഭീഷണിപ്പെടുത്തി പണം തന്നില്ലെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു ഇടപാട് ഇവർ നടത്തുന്നുണ്ട്. ഒട്ടേറെ സംഭവങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇത് നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞു. അവർക്ക് വണ്ടി ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ പ്രസ് എന്നും പറഞ്ഞൊരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകരാവില്ല. യൂട്യൂബർമാരും ഈ ഇൻഫ്ലുവൻസർമാരുടെയും വണ്ടികളിലെല്ലാം അവർ എഴുതി വെക്കുന്നത് പ്രസ് എന്നുള്ളതാണ്. പ്രസ് എന്ന് കാണുമ്പോൾ അധികാരികളുടെ അടുത്ത് കയറി ചെല്ലാനും, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളിൽ മറികടക്കാനും, അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ കണ്ണുവെട്ടിക്കാനും, അവരുടെ മുന്നിലൂടെ ഞെളിഞ്ഞു പോകാനും മാത്രം ഉള്ളതല്ല ഈ പ്രസ് എന്നുള്ള സ്റ്റിക്കർ. അതിനല്ല പ്രസ് എന്നുള്ള സ്റ്റിക്കർ തന്നിരിക്കുന്നത്. അത് അർഹതപ്പെട്ടവരുടെ വാഹനങ്ങളിൽ ഒട്ടിക്കാനാണ്. അത് അർഹതപ്പെട്ടവർക്ക് ഉള്ള മാത്രമാണ്. ഇങ്ങനെയുള്ള ചില ആളുകൾ നമുക്ക് മുന്നിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് നിയന്ത്രിക്കണം. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി.ഡി. സതീശൻ ഇതെല്ലാം ഗൗരവമായിട്ട് എടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എസ് സുരേഷ് നൽകിയ, അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവച്ച ഈ കുറിപ്പ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ. അദ്ദേഹം അത് ഗൗരവമായി എടുക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം.